ഞാൻ ഈ വർഷം കണ്ട സിനിമകളിൽ തിയേറ്ററിൽ പോയി നമ്മൾ ചിരിച്ച് എല്ലാവരും കൂടെ ഒന്ന് ചിരിച്ച് കണ്ട് ഇറങ്ങാൻ പറ്റിയൊരു സിനിമ കണ്ടിട്ട് തന്നെ കുറച്ചായി. ഈ വർഷമൊന്നുമല്ല, കുറച്ചധികം നാളായി നല്ലൊരു കോമഡി മൂവി, ഒരു ഫൺ മൂവി കണ്ടിട്ട്. ഈ സിനിമയിലേക്ക് വരുമ്പം തീർത്തും തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ചിരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞു ശീലിച്ച അല്ലെങ്കിൽ പറഞ്ഞു പഴകിയ കഥ തന്നെയാണ്. എന്നാൽ അത് ചെയ്തിരിക്കുന്ന രീതി, നമ്മൾക്ക് ഇങ്ങനെ ഒരു മൂവി നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടിരിക്കാം. ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത്, ഒത്തിരി എക്സ്പെക്റ്റേഷനും വെക്കരുത്. മലയാളം മൂവീസിൽ എന്താ പറയുക, കൂടുതലും കണ്ടുവരുന്നത് ആക്ഷൻ, ത്രില്ലർ, നമുക്കൊരു മൈൻഡ് റിലീഫ് ആകുന്ന രീതിയിൽ ഒരു പടം കണ്ടിട്ട് കുറച്ചധികം നാളുകളായി. അങ്ങനെ നമുക്ക് ജസ്റ്റ് പോയി ഇരിക്കുക, പടം തുടക്കം മുതൽ പോയിരുന്ന് കണ്ട് ചിരിച്ച് നമുക്ക് കോമഡി എല്ലാം നമുക്ക് എല്ലാവർക്കും വർക്കൗട്ടായി. സിനിമ കാണാൻ വരുന്ന തിയേറ്ററിലുണ്ടായിരുന്ന എല്ലാവർക്കും കോമഡികളെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. തികച്ചും തിയേറ്ററിൽ പോയി നിങ്ങൾ കൂട്ടത്തോടെ പോയി കാണാൻ പറ്റുന്ന ഒരു ഫൺ പാക്ഡ് മൂവിയാണ്. എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതുമുണ്ട്, റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. സിനിമ തീർത്തും എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സിനിമ ശരിക്കും തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പോയിരുന്ന് ചിരിച്ച് കണ്ട് തീർക്കാൻ പറ്റുന്ന, അവസാനം വരെ നമുക്ക് ചിരിച്ച് കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാവരും, വിനീത് ശ്രീനിവാസൻ്റെ അച്ഛനാവട്ടെ, എല്ലാവരുടെയും പെർഫോമൻസ് എന്താ പറയുക, അത്രയ്ക്ക് ഒരു ഏച്ച് കിട്ടില്ല. എന്നാൽ ഇതിൻ്റെ കോമഡികൾ എന്നൊക്കെ പറയുന്നത് ഒരു നോർമൽ അല്ല, ഒരു ലെവൽ മോളിൽ പിടിക്കേണ്ട കോമഡികളാണ്. അത് ആ രീതിയിൽ തന്നെ പിടിച്ച് അങ്ങനെയുള്ള ആ കോമഡികളെല്ലാം വർക്കൗട്ട് ആക്കി എടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീണ്ട കാലത്തിന് ശേഷം തിയേറ്ററിൽ ഇരുന്ന് കൂടുതലൊന്നും ചിന്തിക്കാതെ, ടെൻസ്ഡ് ആവാതെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഫുൾ പാക്ഡ് എൻ്റർടൈനറാണ് ഒരു ജാതി ജാതകം. വലിയ ഹൈ മൊമെൻറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കാതെ ജസ്റ്റ് കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കുക. അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ് ഒരു ജാതി ജാതകം.